ആശുപത്രിക്കുള്ളിൽ വച്ച 31-കാരിയായ ഒരു വനിതാ PG ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മുറിപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തത് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ അവർ ആ കുട്ടിയോട് ചെയ്ത രീതികൾ നിങ്ങളും കൂടെ അറിയണം. 2 കാലുകളും ഇരുവശത്തേക്കും വലിച്ചു കീറി ഇടുപ്പെല്ലിനെ ഒടിച്ചു കളഞ്ഞു. കഴുത്തു നെരിച്ചു കൊന്ന് തല ഇടിച്ചു തകർത്ത ആ കുട്ടിയുടെ വായിൽ കൂടി രക്തം പുറത്തു വന്നിരുന്നു. കണ്ണടകളെ ഇടിച്ച് കണ്ണിനകത്തേക്ക് കയറ്റി. ഇതിനെല്ലാം കാരണക്കാരനായി കൽക്കട്ട പോലീസ് കണ്ടെത്തിയത് ഒരുത്തനെ മാത്രമല്ല, ആ കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ 150 ഗ്രാം ആണുങ്ങളുടെ സ്രവം ഉണ്ടായിട്ടും അതെല്ലാം ഒരുത്തൻ്റേതാണെന്ന് അവർ വിധി എഴുതി. ഇതെല്ലാം വിദേശ മാഫിയകളുടെ കൊലയുടെ രീതികളാണ്. തങ്ങളെ എതിർക്കുന്നവർക്ക് ഒരു ഉദാഹരണമായി ചെയ്യുന്ന പൈശാചികമായ പ്രവർത്തികൾ. അത് കൽക്കട്ടയിലെ ഒരു ആശുപത്രിക്ക് അകത്തു വച്ച് ചിലർ ചെയ്തു എന്നുള്ളത് നമ്മെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കോ ആണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ഊഹിച്ചു നോക്കിക്കേ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വേദന ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. കേസ് CBI ഏറ്റെടുത്തതിനു ശേഷവും മിച്ചമുള്ള തെളിവുകൾ പോലും ഇല്ലാതെയാക്കാൻ ആശുപത്രിയിൽ കലാപം വരെ അവർ സംഘടിപ്പിച്ചു. അതിലും നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഇതിപ്പോൾ പറയുവാനുള്ള പ്രധാന കാരണം. കേരളത്തിലെ അന്തിച്ചർച്ചകൾക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം ചർച്ച ചെയ്തിട്ടില്ല എന്നത്. അതൊരു പക്ഷേ അവരുടെ രാഷ്ട്രീയം മൂലമാകാനാണ് വഴി. എന്തായാലും ഈ പെൺകുട്ടി ഒരു രാഷ്ട്രീയക്കാരിയായിരുന്നില്ല എന്നുറപ്പ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ തൊണ്ടയിൽ അണ്ണാക്ക് വരെ ഇപ്പോഴും പഴമാണ്. ഇതും നിങ്ങൾ തിരിച്ചറിയണം. ജനത്തിന്റെ നിതാന്തമായ ജാഗ്രതയില്ല എങ്കിൽ ഈ കേസ് തേച്ചുമാച്ചു കളയും എന്നുറപ്പാണ്. UP-യിലേക്ക് മാത്രം നോക്കുകയും ബാക്കി സമയങ്ങളിൽ വായിൽ പഴം തിരുകിയിരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ സാംസ്കാരിക നായകർ കഷ്ടം തന്നെ. വേറെ ഒന്നും പറയുവാനില്ല.